ഈ നെയ്മർ ജൂനിയറിന്റെ കരിയറിനെ കുറിച്ച് പറയുമ്പം പരിക്കുകൾ നിന്ന് നിർത്ത കരിയർ എന്നായിരിക്കും പറയേണ്ടത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി ഒരു MRI സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ഫാബ്രിൻസിയോ റൊമനോ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് നെയ്മർ ജൂനിയർക്ക് മറ്റൊരു ഇഞ്ചുറി കൂടി ഉണ്ട്. സന്നാഹ മത്സരങ്ങൾക്ക് അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിക്കാൻ പറ്റില്ല. ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള അന്തിമ സന്നാഹ സൗഹൃദ മത്സരങ്ങളുണ്ടല്ലോ, ആ 2 മത്സരങ്ങളും കളിക്കാൻ ബ്രസീലിൽ നെയ്മർ ഉണ്ടായിരിക്കില്ല എന്ന് കൺഫേം ആയതിന് പിന്നാലെ അദ്ദേഹത്തിന് പുതിയൊരു പരിക്ക് കൂടി ടിക്ക് ചെയ്തിട്ടുണ്ട്. സാന്റോസ് ടീം അദ്ദേഹത്തിന്റെ പരിക്ക് മറച്ചുവെച്ച് അദ്ദേഹത്തിനെ കളിപ്പിച്ചു എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഏറെ കോളിളക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷം ആഘോഷമായിട്ടാണ് നെയ്മർ ജൂനിയർ എന്ന സുൽത്താന്റെ പേര് അനൗൺസ് ചെയ്തത്. വേൾഡ് കപ്പ് ടീമിൽ പുള്ളിയുടെ പേര് വന്നപ്പം ചെൽസിയിൽ ബ്രസീലിയൻ താരത്തിന് ഉൾപ്പെടെയുള്ളവർക്ക് അവസരം നഷ്ടമായി എന്നുള്ളത് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ബ്രസീൽ ഇതൊന്നും നെയ്മറിന്റെ കരിയർ ഇങ്ങനൊന്നും തീരേണ്ട ഒരു കരിയർ അല്ല. മെസ്സിയെക്കാട്ടിലും ക്രിസ്ത്യാനോയെക്കാട്ടിലും പ്രതിഭയുള്ളവൻ, പക്ഷേ ഇപ്പം പരിക്കുകളുടെ പിടിയിലായത് മൂലം ഈ പ്രൈം ടൈമിൽ ഒരു ലോകകപ്പ് കളിക്കാൻ പറ്റുമോയെന്ന് അറിയാതെ കഷ്ടപ്പെടുവാണ്. എന്തൊരവസ്ഥയാണ്. അന്ന് കൊളംബിയൻ താരമായുള്ള സുനിക പുള്ളിയുടെ നട്ടെല്ല് ചവിട്ടി പിടിച്ചതിന് ശേഷം ആ വീഴ്ചയിൽ നിന്ന് നെയ്മർ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും തെളിയിക്കുന്നത്.